ധർമ്മസ്ഥലയിലെ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്താനുള്ള കുഴിച്ചുള്ള പരിശോധനകൾ താൽക്കാലികമായി നിർത്തിവെച്ചു എന്നാണ് വിവരം വരുന്നത്. ആഭ്യന്തരമന്ത്രി ജി പരമേശ്വര നിയമസഭയിൽ തന്നെ ഇക്കാര്യം അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വസ്തുത എന്താണെന്ന് സിജു കണ്ണനോട് തന്നെ ചോദിക്കാം. സിജു കണ്ണനുണ്ട്. സിജു കണ്ണൻ അവിടെ യാത്ര ചെയ്ത കൈരളി വാർത്താ സംഘത്തിന്റെ പ്രതിനിധിയാണ്. ആ അർത്ഥത്തിൽ കൂടുതൽ കാര്യങ്ങൾ പറയാം. ഇപ്പോഴീ പരിശോധന നിർത്തിവെക്കുന്നതിൻ്റെ അനുരണനങ്ങൾ എന്തൊക്കെയായിരിക്കും, എന്തൊക്കെയാണെന്ന് ആഭ്യന്തരമന്ത്രി കർണാടക നിയമസഭയെ അറിയിച്ചത് അടക്കമുള്ള സമഗ്രതയിലേക്കൊന്ന് പോയാൽ സിജു കണ്ണൻ. അജിൻഷാദ്, ധർമ്മസ്ഥല വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ട പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അന്വേഷണം അവസാനിക്കുന്നു എന്ന സൂചനകളാണ് ഇപ്പോൾ ലഭ്യമാകുന്നത്. കുഴിച്ചുള്ള പരിശോധനകൾ താൽക്കാലികമായി നിർത്തിവെക്കുന്നതായി ആഭ്യന്തരമന്ത്രി ജി പരമേശ്വരയാണ് ഇന്ന് നിയമസഭയിൽ വെളിപ്പെടുത്തിയത്. അതിന്റെ തുടർച്ചയായി അദ്ദേഹം പറഞ്ഞത് നേരത്തെ ലഭിച്ച അസ്ഥിയുടെ ഭാഗങ്ങൾ ബംഗളൂരുവിലെ റീജിയണൽ ഫോറൻസിക് ലാബിൽ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. ആ പരിശോധനയുമായി ബന്ധപ്പെട്ട് അതിന്റെ ഫലങ്ങൾ വന്നതിന് ശേഷം മറ്റു നടപടികൾ സ്വീകരിക്കുമെന്നാണ്. അത് എപ്പോൾ ലഭ്യമാകും എന്ന കാര്യത്തിൽ ഒരു വ്യക്തത നിലവിൽ വന്നിട്ടില്ല. അതോടൊപ്പം തന്നെ ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തീരുമാനിക്കുന്നതിനുള്ള അധികാരം നിലവിലുള്ള പ്രത്യേക അന്വേഷണ സംഘത്തിന് നൽകിയെന്നുമാണ് അദ്ദേഹം പറയുന്നത്. വളരെ പ്രധാനപ്പെട്ട കാര്യം നമ്മൾ കാണേണ്ടത്, കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ധർമ്മസ്ഥല വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിനെതിരെ ഭരണ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ BJPയും കോൺഗ്രസും കൈകോർക്കുന്നതാണ് കാണുന്നത്. ഒറ്റക്കെട്ടായി അന്വേഷണത്തിനെതിരെ രംഗത്ത് വരികയാണ്. ധർമ്മസ്ഥല അന്വേഷണത്തിനെതിരെ നിലപാടെടുത്ത BJP ഈ വിഷയം നിയമസഭയിൽ ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് നിയമസഭയിൽ ചർച്ചയ്ക്ക് അനുമതി നൽകി. ചർച്ചകൾക്ക് ശേഷം അതിനുള്ള മറുപടിയായാണ് അന്വേഷണം താൽക്കാലികമായി നിർത്തിവെക്കുന്നതായി ആഭ്യന്തരമന്ത്രി ജി പരമേശ്വര അറിയിച്ചിരിക്കുന്നത്. ഇതിനു മുമ്പ് ആഭ്യന്തരമന്ത്രി പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ തലവൻ DGP പ്രണബ് മൊഹന്തിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അന്വേഷണം സംബന്ധിച്ച അന്തിമ തീരുമാനങ്ങൾ പ്രത്യേക സംഘം തീരുമാനിക്കുമെന്നുകൂടി ആഭ്യന്തരമന്ത്രി നിയമസഭയിൽ പറഞ്ഞു വെച്ചിരുന്നു. വെളിപ്പെടുത്തൽ നടത്തിയ മുഖ്യ സാക്ഷിക്കെതിരെ കേസെടുക്കേണ്ടി വരുമെന്നാണ് കഴിഞ്ഞ ദിവസം ആഭ്യന്തരമന്ത്രി മൈസൂരുവിൽ പറഞ്ഞത്. അതിനുശേഷമാണ് ആഭ്യന്തരമന്ത്രിയുടെ ഈ താൽക്കാലികമായി അന്വേഷണം നിർത്തിവെക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രതികരണം വരുന്നത്. ഇതെല്ലാം കൂട്ടിവായിക്കേണ്ട ഒന്നാണ്. ധർമ്മസ്ഥലയിലെ ഭക്തരെ പ്രത്യേകാന്വേഷണ സംഘം അപമാനിക്കുന്നതായി BJP സംസ്ഥാന പ്രസിഡന്റ് DY വിജയ കഴിഞ്ഞ ദിവസം ആരോപിച്ചിരുന്നു. ഇതിന് പിന്നാലെ ധർമ്മസ്ഥലയെ അപകീർത്തിപ്പെടുത്താൻ വൻ ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്ന പ്രതികരണവുമായി കർണാടകയിലെ കോൺഗ്രസ് നേതാവും ഉപമുഖ്യമന്ത്രിയുമായ DK ശിവകുമാറാണ് രംഗത്തെത്തിയത്. BJP നേതാക്കളുടെ നേതൃത്വത്തിൽ ധർമ്മസ്ഥല ചലാവ് യാത്ര സംഘടിപ്പിക്കുന്നു. അതേ സമയത്ത് തന്നെ BJPയുടെ നേതാവ്, പ്രതിപക്ഷ നേതാവ് R അശോക് നേരത്തെ ആരോപിച്ചത് ഇതിന് പിന്നിൽ കേരള സർക്കാരാണെന്ന്. ഇങ്ങനെ കോൺഗ്രസ് നേതാക്കളും BJP നേതാക്കളും ഒറ്റക്കെട്ടായി പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അന്വേഷണത്തിനെതിരെ രംഗത്ത് വരികയാണ്. അശോക് നേരത്തെ ആരോപിച്ചത് ഇതിന് പിന്നിൽ കേരള സർക്കാരാണെന്ന്. ഇങ്ങനെ കോൺഗ്രസ് നേതാക്കളും BJP നേതാക്കളും ഒറ്റക്കെട്ടായി പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അന്വേഷണത്തിനെതിരെ രംഗത്ത് വരികയാണ്. അന്വേഷണവുമായി ബന്ധപ്പെട്ട ഭാവി തീർച്ചയായും സിജു കണ്ണൻ സൂചിപ്പിച്ചതുപോലെ നമ്മൾ കൈരളി ന്യൂസ് ജനങ്ങളെ അറിയിച്ചതുപോലെയുള്ള അതിൽ നിലനിൽക്കുന്ന ദുരൂഹത ഇപ്പോഴീ നിർത്തിവെക്കുന്ന വാർത്ത വരുമ്പോഴും എന്തോ ചീഞ്ഞു നാറുന്നുണ്ട് എന്ന് ആ ദുരൂഹത നിലനിൽക്കുകയാണ്. തീർച്ചയായും അവിടെ ഒന്നാണല്ലോ BJP. സിജു പറഞ്ഞതുപോലെ BJPയും കോൺഗ്രസും ഒരേ ശബ്ദമാണ് അവിടെ ഉയർത്തുന്നത്. അപ്പോൾ ചോദിക്കേണ്ട പ്രതിപക്ഷവും അന്വേഷിക്കേണ്ട ഭരണപക്ഷവും ഒരേ നിലപാടെടുത്താൽ ആരെന്ത് ചെയ്യും എന്നുള്ള ചോദ്യം. തീർച്ചയായും സിജു കണ്ണനാണ് സമഗ്രമായ വിവരങ്ങൾ നൽകിയത്.